ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇപ്പോൾ വാദി പ്രതിയായില്ലേ മാണിപ്പറമ്പിലച്ച? പാലും വിഷവും ഒരേ പാത്രത്തിൽ, പാലും വിഷവും ഒരേ പാത്രത്തിൽ വിളമ്പുന്ന അപ്പൻ. ആദ്യം തെറ്റ് ചെയ്തവർക്കെതിരെ ആദ്യം നടപടി, അതല്ലേ മര്യാദ? കൂടുതൽ ഗൗരവമായി തെറ്റ് ചെയ്തവരെ ഗൗരവത്തോടെ ശിക്ഷിക്കുക, അതല്ലേ നീതി? ചെറിയ തെറ്റ് ചെയ്തവരെ വെറുതെ വിടുക, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, താക്കീത് കൊടുക്കുക, അതല്ലേ നാട്ടുനടപ്പ്, അതല്ലേ ന്യായം? ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കേട്ട സന്ദേശങ്ങളിൽ ചിലത്. സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള ചിലരെന്നോട് ചോദിച്ചത്, ഇപ്പം എന്തായി മാണിപ്പറമ്പിലച്ച, വാദി പ്രതിയായില്ലേ? സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ചേർത്ത് പിടിക്കുക, ആലിംഗനം ചെയ്യുക, സഭയോടൊത്ത് നിൽക്കുന്ന സത്യവിശ്വാസികളെ ശിക്ഷിക്കുമെന്ന് താക്കീത് നൽകുക, പത്രക്കുറിപ്പിറക്കി ഭീഷണിപ്പെടുത്തുക, വാദി പ്രതിയാകുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ എന്നോട് പ്രതികരിക്കാനുണ്ടായ സാഹചര്യം അത് ഞാൻ പറയാം. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, ഞാൻ വളരെ ഗൗരവമായൊരു കാര്യം നിങ്ങളെ അറിയിക്കേണ്ടത് ഈ സമയത്താണെന്ന് തോന്നുന്നു. മെത്രാന്മാരിൽ ചിലർ എന്നോട് ചോദിച്ചു, മാണിപ്പറമ്പിലച്ച, അച്ഛൻ്റെ വീഡിയോസ് തർജ്ജമ ചെയ്ത് വത്തിക്കാനിൽ സമർപ്പിക്കാൻ അച്ഛന് കഴിയില്ലേ? ഞാൻ ചിരിച്ചിട്ട് ചോദിച്ചു, മെത്രാന്മാർ എന്ന നിലയിൽ വത്തിക്കാനുമായി എന്നേക്കാൾ അടുപ്പം നിങ്ങൾക്കില്ലേ? എൻ്റെ വീഡിയോസിനേക്കാൾ നല്ലത് നിങ്ങൾ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വത്തിക്കാനിൽ സമർപ്പിക്കുന്നതല്ലേ? അവർ പറഞ്ഞു, അത് ചെയ്യാം. പക്ഷെ അതല്ല കാര്യം. അച്ഛൻ്റെ വീഡിയോസിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മൊഴിമാറ്റം ചെയ്ത് വത്തിക്കാനിൽ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞു, വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് എൻ്റേത്, നോക്കട്ടെ. ഇതിപ്പോൾ വെളിപ്പെടുത്താനും നിങ്ങളോട് പറയാനും കാരണം, ഇന്നലെ മാർച്ച് 8-ാം തീയതി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രസിദ്ധം ചെയ്ത ഒരു പത്രക്കുറിപ്പാണ്, പ്രസ് റിലീസ്. ആ പത്രക്കുറിപ്പിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയെ ഉപരോധിച്ചത് അപമാനകരമായ പ്രവൃത്തി. തീർച്ചയായും അത് നടക്കാൻ പാടില്ലായിരുന്നു. ആ തലക്കെട്ട് ഇല്ലേ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ പത്രക്കുറിപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്ത സംഗതി തന്നെയായിരുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മുൻകൂർ അനുവാദം കൂടാതെ മാർച്ച് 5-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തേക്ക് വന്ന 50ഓളം പേര് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും അധിക്ഷേപിക്കുകയും ഉപരോധിക്കുകയും ചെയ്തു. പിതാവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പ്രസ്തുത സംഭാഷണങ്ങളെ വീഡിയോ എടുക്കുകയും അവ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ ഉപരോധിച്ചുവെന്ന് പത്രവാർത്ത നൽകുകയും ചെയ്തു. ഞാൻ ആവർത്തിക്കുന്നു, ഇങ്ങനെയൊന്നുമല്ല നടക്കേണ്ടിയിരുന്നത്, ഇങ്ങനെയൊന്നുമല്ല അവർ പ്രതികരിക്കേണ്ടിയിരുന്നത്. അതിനാൽ ഈ പത്രക്കുറിപ്പ് നന്നായി, വളരെ നന്നായി. എനിക്ക് തോന്നുന്നു സത്യവിശ്വാസികളും ഇക്കാര്യം അംഗീകരിക്കുന്നു. അവർ ചെയ്തത് വേണ്ട വിധത്തിലായിപ്പോയില്ല എന്ന് അവർക്കും അറിയാം. വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഇതിനേക്കാൾ മോശമായിട്ടാണ് സഭാ നേതൃത്വത്തോട് ചെയ്തിരുന്നത്. അതേ രീതി തന്നെ സത്യവിശ്വാസികൾ അവലംബിച്ചാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ സത്യവിശ്വാസികളും ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റ ഗുണ്ടകളും തമ്മിൽ എന്താണ് അന്തരം? തീർച്ചയായിട്ടും സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ, സത്യവിശ്വാസികൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഈ പത്രക്കുറിപ്പിലെ കാര്യം അത് നന്നായി. എങ്കിലും മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും പൗരസ്ത്യ തിരുസംഘവും
സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡും തീരുമാനിച്ച് അംഗീകരിച്ച ഏകീകൃത കുർബാന, തങ്ങളുടെ അവകാശമായ സഭയുടെ കുർബാന ഇടവകകളിൽ അനുവദിച്ച് കിട്ടാത്തതിലുള്ള, അതായത് വികാരിച്ചവരെ ചൊല്ലാത്തതിലുള്ള വിഷമവും സങ്കടവും പിന്നെ സഭാ നേതൃത്വത്തിൻ്റെ അഴകുഴമ്പൻ രീതി കണ്ടിട്ടുള്ള രോഷവുമാണ് അവർ പ്രകടിപ്പിച്ചത്. അല്ലേ? ഏത് കൊച്ചുകുട്ടിക്കും അത് മനസ്സിലാകും. അത് അത്ര കാര്യമാക്കേണ്ടതില്ല, അത് അവരുടെ സങ്കടമാണ്, രോഷമാണ് എന്നെല്ലാം തിരിച്ചറിയാനുള്ള പിതൃവാത്സല്യം ഈ വികാരി മെത്രാപ്പോലിത്തയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? മാത്രമല്ല, ഇതാണ് സഭയുടെ മൊത്തം വികാരമെന്ന് ഈ വിമത വൈദികരെയും അതുപോലെ അൽമായ മുന്നേറ്റക്കാരെയും അറിയിക്കാൻ ഉള്ളൊരു സാധ്യതയല്ലേ അവർക്ക് തുറന്നു കിട്ടിയത്? അതെന്തേ അത് തിരിച്ചറിയാത്തത്? അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലായിരിക്കണം. മാർപ്പാപ്പയെയും സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാ നേതൃത്വത്തെയും പരസ്യമായി ധിക്കരിക്കുകയും എതിർക്കുകയും നാഴികയ്ക്ക് 40 പ്രാവശ്യം അവരുടെ മാധ്യമങ്ങളിലൂടെ, ഏക ന്യൂസ് തുടങ്ങിയുള്ള മാധ്യമങ്ങളെ സഭയെ നാറ്റിക്കുകയും ചെയ്യുന്ന വിമതന്മാരെയും അൽമായ മുന്നേറ്റക്കാരെയും പിതൃവാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കാൻ പോകുന്ന വികാരി മെത്രാപ്പോലിത്ത സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ വികാരം മനസ്സിലാക്കാത്തതിൽ ഞങ്ങൾ സത്യവിശ്വാസികൾക്ക്, അൽമായരും അച്ഛന്മാരും മെത്രാന്മാരും വൈദികരും അടക്കുന്ന സത്യവിശ്വാസികൾക്ക് വിസ്മയം തോന്നുന്നു. അതിനേക്കാൾ ഏറെ നിങ്ങളുടെ തറവേല കണ്ട്, നിങ്ങളുടെ അധപതനം എത്രമാത്രം അധികമാണെന്ന് കണ്ട് ഞെട്ടൽ അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെയാണോ നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾ സത്യവിശ്വാസികൾക്ക്, സഭാ മക്കൾക്ക് സന്ദേഹം വന്നു പോകുന്നു. ഞങ്ങളോട് ചോദിക്കുന്ന ജനങ്ങളോട് ഉത്തരം പറയാൻ നൽകാതെ ഞങ്ങളുടെ തല ലജ്ജ കൊണ്ട് താഴ്ന്നു പോകുന്നു. തീർന്നില്ല. സഭയെ അധിക്ഷേപിച്ചതിലും നാണം കെടുത്തിയതിലും ഈ വികാരി മെത്രാപ്പോലിത്താക്കും പങ്കില്ലേ? ഞാൻ നിങ്ങളുടെ ആത്മീയ നേതാവാണ് അല്ലേ, മെത്രാപ്പോലിത്തയല്ലേ എന്ന് പറയുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കളെ പോലെ ഞാൻ കണ്ണൂരുകാരനാണ്, എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നാണോ അദ്ദേഹം പറയേണ്ടിയിരുന്നത്? ഒരു ആത്മീയ നേതാവിൽ നിന്ന്, ഒരു മെത്രാപ്പോലിത്തയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വാക്കാണോ അത്? അതല്ലേ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും നാണമുണ്ടാക്കിയ സംഗതി? അങ്ങനെ പ്രയോഗം ഉപയോഗിച്ചതിൽ വികാരി മെത്രാപ്പോലിത്ത ഖേദം പ്രകടിപ്പിക്കുന്നതായി ആ പത്രക്കുറിപ്പിൽ എന്തുകൊണ്ട് ചേർത്തില്ല? അണികളുടെ തെറ്റിനേക്കാൾ, അത് തെറ്റല്ല, ഒരു സങ്കടപ്രകടനമാണ്, രോഷപ്രകടനമാണ്. ഇനി അത് തെറ്റാണെന്ന് സങ്കല്പിക്കുക. അതിനേക്കാൾ എത്രയോ ഗൗരവമായ തെറ്റാണ് ഇത്തരമൊരു പ്രയോഗം നടത്തിയതിലൂടെ സഭാ നേതൃത്വം ചെയ്തത്. ഒരു കൂട്ടരുടെ തെറ്റ് മാത്രം കാണുകയും അതേ വേദിയിലുണ്ടായിരുന്ന മറ്റു കൂട്ടരുടെ തെറ്റ് കാണാതിരിക്കുകയും ചെയ്യുന്ന ആ അത്ഭുതകരമായ കാഴ്ച ഭയങ്കരമാണല്ലോ. വീണ്ടും ആ പത്രക്കുറിപ്പിലെ സഭയ്ക്ക് അപമാനമുണ്ടാക്കിയ പ്രസ്തുത സംഭവത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ വികാരി മെത്രാപ്പോലിത്തയെ സംഭാഷണത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞേ. മറ്റൊരു വിമതന്മാരെ സംഭാഷണത്തിലൊന്നല്ല ഏർപ്പെട്ടു, ഭീഷണിയാണ്. ഇവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടു, ഉപരോധിച്ചു, ഇല്ലേ? അങ്ങനെ സഭയ്ക്ക് അപമാനം ഉണ്ടാക്കിയെന്ന് പറയണേ. സഭയ്ക്ക് അപമാനമുണ്ട്, ഉണ്ടാക്കട്ടെ, ഉണ്ടായി എന്ന് വിചാരിക്കുക. ഈ സഭയ്ക്ക് അപമാനം ഉണ്ടാക്കിയ പ്രസ്തുത സംഭവത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ സഭാ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ ഒരു വാചകം ഈ പത്രക്കുറിപ്പിൽ എഴുതിയത് അങ്ങേയറ്റം നന്നായി, ഗംഭീരമായി. ഒന്ന്, ഇങ്ങനെ സഭാ നിയമപ്രകാരം നടപടികളുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. ഇങ്ങനെയൊരു ചെയ്യുന്നവർക്കെതിരെ സഭാ നിയമം അനുസരിച്ച് നടപടികൾ ഉണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. ഇതുവരെ ഞങ്ങളുടെ വിചാരം അങ്ങനെ നടപടി ഇല്ലെന്നാണ്. കാരണം ഇതിനേക്കാൾ എത്രയോ ഗൗരവമായ തെറ്റുകൾ ചെയ്തിട്ട്, കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട്, തെറ്റുകളും പാപങ്ങളും മാത്രമല്ല, കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇതുവരെ സഭാ നിയമപ്രകാരമുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല, ഒരു നടപടിയും. അപ്പോൾ സഭാ നിയമമുണ്ടെന്നും സഭാ നിയമപ്രകാരം നടപടികളുണ്ടെന്നും അത് സ്വീകരിക്കാനായിട്ട് വകുപ്പുകളുണ്ടെന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു.
അപ്പം നിങ്ങൾക്ക് നടപടികൾ ഉണ്ടെന്നറിയാം, കാനൻ നിയമം ഉണ്ടെന്നറിയാം, സഭാ നിയമം ഉണ്ടെന്നറിയാം, അതെടുക്കാനും അറിയാം. അപ്പോൾ ഒരു ചോദ്യം, ആദ്യം തെറ്റ് ചെയ്തവർക്ക് അല്ലേ ആദ്യം നടപടി എടുക്കേണ്ടത്? 2-3 കൊല്ലം കഴിഞ്ഞല്ലോ ഈ വളരെ ഗൗരവമായി തെറ്റ് ചെയ്തവർ. മാത്രമല്ല ഇതിനേക്കാൾ വളരെ കൂടുതൽ ഗൗരവമായ കുറ്റകൃത്യം ചെയ്തവർ അവിടെ ശിക്ഷാ നടപടി ഒന്നും ഏൽക്കാതെ സ്വൈരമായിട്ട് ഇങ്ങനെ സ്വൈരവിഹാരം ചെയ്യുന്നില്ലേ? അപ്പോൾ അവർക്കെതിരെയല്ലേ നടപടി എടുത്ത് തുടങ്ങേണ്ടത്? ഈ 5-ാം തീയതി അവരെ സങ്കടം പറയാൻ വന്നവർക്കെതിരെയാണോ നടപടി തുടങ്ങുക? അതിനാൽ നിങ്ങൾ മറന്നുപോയെങ്കിലും സുറിയാനി കത്തോലിക്ക സഭയും ആഗോള കത്തോലിക്ക സഭയും മറന്നു പോകാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നടപടിയെടുക്കേണ്ട ക്രമം അതാരാ താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് സഭ. ഏതാനും മെത്രാന്മാർ ചേർന്ന സഭയാകില്ല. അതിനാൽ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ആ കത്തോലിക്ക സഭയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന മാർപ്പാപ്പ തൊട്ട് താഴെയുള്ളവർ ഏറ്റവും അറ്റത്തുള്ള അൽമായൻ വരെ ആഗ്രഹിക്കുന്ന ഒരു ക്രമമുണ്ട്. അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാർപ്പാപ്പ മുതൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന അൽമായൻ വരെ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. 1, ആഭിചാര കുർബാന അർപ്പിച്ച അബ്യൂസിവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പ്രഖ്യാപിച്ച, അതുകൊണ്ട് ഞാൻ മാർപ്പാപ്പ മുതലെന്ന് പറഞ്ഞത്, ആഭിചാര കുർബാന അർപ്പിച്ച അബ്യൂസിവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ, അതായത് അങ്ങേറ്റം പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചുകൊണ്ട് കുർബാന അർപ്പിച്ച എന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഏറ്റവും മാരകമായ പാപം, കത്തോലിക്ക സഭയിൽ ഏറ്റവും മാരകമായ പാപം ചെയ്ത 33 വൈദികർക്കെതിരെ നടപടി ആദ്യം ചെയ്യേണ്ടത്. ഈ കാനോനികമായ സഭാ നിയമപ്രകാരം കാനോനിക നടപടികൾ എന്ന് പറഞ്ഞല്ലോ, ഇത് അതാദ്യം ചെയ്യാം. 2, സിറിൽ വാസിൽ പിതാവിനെ കുപ്പിയെറിഞ്ഞവർക്കെതിരെ നടപടി. അതിന് വീഡിയോ ക്ലിപ്പും പരിപാടി എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. മാത്രമല്ല സിറിൽ വാസിൽ പിതാവ് നടപടിയെടുക്കണമെന്ന് മെത്രാന്മാർക്ക് അയച്ച കത്തൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർക്കെതിരെ മുണ്ടാടനച്ചൻ തുടങ്ങിയ ആളുകളുണ്ടല്ലോ, അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് രേഖമൂലം അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടി. 3, ആൻഡ്രസ് പിതാവിനെ ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ട ആൻഡ്രസ് പിതാവിനെ ഉപരോധിച്ച് ഭീഷണിപ്പെടുത്തി കാല് തല്ലിയൊടിക്കുമെന്ന് പറയുകയും ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ പല പ്രാവശ്യം മറിഞ്ഞുകൊണ്ട് ചവിട്ടി വേദനിപ്പിക്കുകയും ചെയ്തവർക്ക് നടപടി. അതാരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ തെളിവുകളുണ്ട്. 4, മെത്രാന്മാരെ ഞങ്ങൾ വഞ്ചിക്കുന്നു, മെത്രാന്മാരെ കബളിപ്പിക്കുന്നു, മെത്രാന്മാരുടെ വസ്ത്രഭ്രമം എന്നെല്ലാം സമൂഹ മാധ്യമങ്ങളുടെ വിളിച്ചു പറഞ്ഞ് സഭയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ നരികുളത്തിനെതിരെ നടപടി. അവരാണ് സഭയെ നാറ്റിക്കുന്നത് പരസ്യമായി, തെളിവുകൾ നൽകാൻ വേണമെങ്കിൽ. 5, എറണാകുളം അങ്കമാലി അതിരൂപതയെയും കത്തോലിക്ക സഭയെയും ആഗോളമായി നാറ്റിച്ച അങ്കമാലിയിലെ സമരാഭാസം നടത്തിയ വൈദികർക്കെതിരെ നടപടി. ഇതെല്ലാം പരസ്യമായി ചെയ്ത എത്രയോ ഗൗരവമായ കുറ്റങ്ങളാണിത്. കട്ടിൽ സമരം പോലെയുള്ള ഉപരോധ സമരങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി. അരമനയിൽ അതിക്രമിച്ച് കയറിയ 21 വൈദികരെക്കെതിരെ ശക്തമായ നടപടി. അവർ ചെയ്തതിൻ്റെ 100-ൽ അംശം പോലും വന്നിട്ടില്ല ഈ സഭാസ്നേഹികൾ ചെയ്തത്. 8, സഭ കൽപ്പിച്ചു നൽകിയ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തോട്ടുപുറം അച്ഛനെ അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ബലമായി പിടിച്ചു മാറ്റാനും തള്ളിയിടാനും ചവിട്ടിക്കൂട്ടാനും നിർദ്ദേശം കൊടുത്ത് നേതൃത്വം നൽകിയ ജെറിനച്ഛനെതിരെ നടപടി. അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾക്കെതിരെ നടപടി. ഇതും ഈ വികാരി മെത്രാപ്പൊലീത്ത കാലത്ത് സംഭവിച്ചതല്ലേ? ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഈ പറഞ്ഞവർക്കെതിരെ ഇനിയും ചിലപ്പോൾ കാണും, ഞാനിപ്പം ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്, ഇവർക്കെതിരെ നടപടിയെടുക്കാതെ സങ്കടവും രോഷവും പ്രകടിപ്പിക്കാൻ വന്ന ഒരല്പം അതിര് കടന്ന ആ സത്യവിശ്വാസികൾക്കെതിരെ നടപടിയെടുത്താൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും. മാത്രമല്ല അതുമൂലം സഭയിലാകെ ഉണ്ടാകാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് വികാരി മെത്രാപ്പൊലീത്ത മാത്രമായിരിക്കും ഉത്തരവാദി. ഈ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വത്തിക്കാനിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക. സഭാ നേതൃത്വം, സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭാ നേതൃത്വം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന്
ബോസ്കോ പിതാവ് കാണിച്ചു തന്നല്ലോ. ഒരു വഴി വെട്ടിത്തുറന്ന് തന്നില്ലേ? ആ വഴിയെ സഞ്ചരിച്ചാൽ പോരെ, നിങ്ങളുടെ പ്രശ്നം തീരില്ലേ എന്നാണ് വത്തിക്കാനിൽ നിന്ന് പൗരത്വ തിരുസംഘത്തിൽ നിന്നുള്ള പ്രതികരണമായിരുന്നേ. അവർ പറയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്, സഭാനേതൃത്വം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ബോസ്കോ പിതാവ് കാണിച്ചു തന്നിട്ടുണ്ട്, വഴി വെട്ടി തുറന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആ വഴിയെ മുന്നോട്ട് പോയിക്കൂടാ എന്നാണ് അവർ ചോദിച്ചത്. അവ അറിയാൻ മേലാഞ്ഞിട്ടല്ലല്ലോ. ബോസ്കോ പിതാവിന് രാജി സ്വീകരിക്കുന്ന സമയത്ത് രാജി സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടയോ എന്നുള്ള ഇത് വന്നപ്പോൾ വഴി വെട്ടി തുറന്ന് തന്നു. ഇനി അങ്ങ് മുന്നോട്ട് പോയാൽ മതി, അതിനെ പറ്റിയവരും നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് വത്തിക്കാനിൽ നിന്ന് പൗരത്വ തിരുസംഘത്തിൽ നിന്ന് അറിയിച്ചത്. അപ്പൊ കൃത്യമായ വഴിയും മാർഗവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ ആ വഴിക്കല്ലേ മുന്നോട്ട് പോകേണ്ടത്? അവിടുന്ന് പുറകോട്ടാണ് പോകേണ്ടത്. പത്രക്കുറിപ്പിൽ അടുത്ത വാചകം, മേജർ ആർച്ച് ബിഷപ്പിന്റെയോ സർക്കുലറുകൾ കത്തിക്കുന്നവർക്കെതിരെ കാനോനിക ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഗംഭീരം. ഇക്കാര്യം പത്രക്കുറിപ്പിൽ ഞങ്ങൾ അറിയിച്ചതിന് ഒത്തിരിയേറെ നന്ദി. മേജർ ആർച്ച് ബിഷപ്പിന്റെയോ സർക്കുലർ കത്തിക്കുന്നവർക്കെതിരെ കാനോനിക ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. സ്വീകരിക്കൂ. എത്രയോ പ്രാവശ്യം സർക്കുലർ കത്തിച്ചു, എത്രയോ പ്രാവശ്യം ഈ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടു. അവർക്കെതിരെ നടപടി എടുത്തു തുടങ്ങൂ. അപ്പോഴല്ലേ ഈ താക്യത്തിന് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടാകൂ. എത്രയോ പ്രാവശ്യം മാർപ്പാപ്പയുടെ കത്തുകൾ കത്തിച്ചു, മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഒക്കെ സർക്കുലർ കത്തിച്ചു, വായിക്കാതിരുന്നു, ഈ ചവറ്റുകൊട്ടയിൽ കൊണ്ടിട്ടു. ഇതെല്ലാം വീഡിയോ എടുത്ത് ഈ സഭയാകെ നാറ്റിച്ചു. അവർക്കെതിരെ ആദ്യം നടപടിയെടുത്ത് തുടങ്ങിയാലല്ലേ ഈ താക്കീതിന് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടാകൂ. ഇതിനു മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കൂ. അവർക്കെതിരെ നടപടിയെടുക്കാതെ ഈ സർക്കുലർ കത്തിക്കുകയും ചവറ്റുകൊട്ടയിൽ കൊണ്ടിടുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാതെ സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നത് നല്ല സന്ദേശമാണോ നൽകുക? മാത്രമല്ല, ഞാൻ മുകളിൽ പറഞ്ഞ് ആവർത്തിക്കുക, അങ്ങനെ നടപടിയെടുത്താൽ അവൻ്റെ ഭവിഷ്യത്ത് വളരെ അധികമായിരിക്കും. ഇപ്പോൾ പല സംഘടനകളായിട്ട് ഇല്ലേ അത്ര ഒരുമയില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക്, ഇല്ലേ? സഭയുടെ കൂടെ നിൽക്കുന്ന സംഘടനകൾക്ക് അത്ര ഒരുമയൊന്നുമില്ല, അതുകൊണ്ട് സംഘടിത ശക്തി കുറവാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ അവരൊന്നായിക്കൊണ്ടിരിക്കുകയാണ്. അത് സഭാ നേതൃത്വയാകെ വിഷമപ്പെടുത്തലാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കരുത്. അവർ സഭയുടെ കൂടെയാണ്, പക്ഷേ ഇനി അവരെല്ലാവരും കൂടി സഭയുടെ കൂടെ നിന്ന് തന്നെ സഭാ നേതൃത്വത്തിനെതിരെ വിഷമവൃത്തത്തിലാക്കുന്ന ഒരു സംഘടിത ശക്തിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കരുത്. ഇതൊരു ഭീഷണിയല്ല, പ്രവചനമാണ്. ഭീഷണിപ്പെടുത്താൻ ഞാൻ ആര്? പക്ഷെ പ്രവചിക്കാൻ ഞാൻ ആളാണ്. അങ്ങനെയാണ് എല്ലാ ക്രിസ്ത്യാനികളും ഇല്ലേ, പ്രവാചക, രാജകീയ, പൗരോഹിത്യ ദൗത്യമുള്ളവരാണ്. ആ ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും പത്രക്കുറിപ്പിലേക്ക്, അതിരൂപത അധ്യക്ഷന്റെ കൽപ്പനകളെയും പ്രസ്താവനകളെയും പൊതുവേദിയിലോ സാമൂഹിക മാധ്യമങ്ങളിലോ വിമർശിച്ചാൽ കാനോനിക ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതും എഴുതി രേഖാമൂലം പ്രസിദ്ധപ്പെടുത്തിയതിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഈ കാര്യത്തിലും നിങ്ങളൊരു മാതൃക കാണിക്കേണ്ട എന്താണ്? ആദ്യം തെറ്റ് ചെയ്തവർക്കെതിരെ ആദ്യം നടപടിയെടുക്കുക. തെറ്റ് ചെയ്ത് ഇങ്ങനെ തെളിയിക്കപ്പെട്ട് നിൽക്കുന്ന കുറേ പേരില്ലേ, അവർക്കെതിരെ ആദ്യം നടപടിയെടുക്കുക. മാത്രമല്ല, കൂടുതൽ ഗൗരവമായി കുറ്റം ചെയ്തവർക്കെതിരെ ആ കുറ്റകൃത്യത്തിന് അനുസൃതമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. ഈ നിമിഷം വരെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നിമിഷം വരെ വിമതരുടെ ഏക ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന സഭാവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ, അതിനൊരു അക്ഷരം പോലും ഇതൊരു മിണ്ടാതെ, സഭാവിശ്വാസികൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും നിങ്ങൾക്ക് ധാർമ്മികമായി കഴിയില്ല, സഭാപരമായി കഴിയില്ല. ക്രൂരമായ കുറ്റകൃത്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെ ശിക്ഷിക്കാതെ കർത്താവിനോടും സഭയോടും സ്നേഹത്താൽ പ്രേരിതരായി അല്പം സാഹസം കാണിച്ചവരെ തൊടാൻ ശ്രമിച്ചാൽ, കേരളത്തിലെ കണ്ണൂർ മാത്രമല്ല ആൺകുട്ടികൾ ഉള്ളത്, അതിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും പത്രക്കുറിപ്പിലെ വാചകം, അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സഭാപ്രബോധനങ്ങൾ അവഹേളിക്കുന്നവർക്കെതിരെ കാനോനികമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.
ആരുടെ? മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും വികാരി മെത്രാപ്പൊലിത്തയുടെയും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സഭാപ്രബോധനങ്ങൾ അവഹേളിക്കുന്നവർക്ക്, സഭാപ്രബോധനങ്ങളെ, വളരെ നല്ല വേഡിംഗ് ആണ്. ഇത് തന്നെയാണ് ഈ എഴുതിയവർക്കും പ്രസിദ്ധപ്പെടുത്തിയവർക്കും നിർദ്ദേശിച്ചവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഞങ്ങൾ പരസ്യമായി അറിയിച്ചതിനും രേഖമൂലം അറിയിച്ചതിനും വീണ്ടും നന്ദി പറയുകയാണ്. അതേസമയം ഈ എഴുതിയ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കാൻ ആവശ്യപ്പെടുകയാണ്. സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ ഇക്കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയുമാണ്. സുറിയാനി കത്തോലിക്കരായ ഞങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പയെ ധിക്കരിക്കാനും പൗരത്വ തിരുസംഘത്തിന്റെ തീരുമാനം അനുസരിക്കാതിരിക്കാനും മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പൊലിത്തയോ ആഹ്വാനം ചെയ്താൽ ഞങ്ങൾ അതനുസരിക്കണമോ? ഉത്തരം പറയൂ. മാർപ്പാപ്പയെ ധിക്കരിക്കാനും പൗരത്വ തിരുസംഘത്തിന്റെ തീരുമാനം ധിക്കരിക്കാനും സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ വികാരി മെത്രാപ്പൊലിത്തയോ ആഹ്വാനം ചെയ്താൽ ഞങ്ങൾ അത് അനുസരിക്കണമോ? സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായി ഏതെങ്കിലും തരത്തിലുള്ള സമവായങ്ങൾ നിങ്ങൾ എത്തിയാൽ നിങ്ങളാണ് വിമതരുടെ നേതാക്കന്മാർ എന്ന് നിഗമനത്തിൽ എത്തേണ്ടി വരികയില്ലേ ഞങ്ങൾക്ക്? നിങ്ങളാണ് സഭയെ ശീഷ്മയിലേക്ക് നയിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന നിഗമനത്തിൽ ഞങ്ങൾ എത്തുകയില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ വത്തിക്കാനിൽ സഭാധികാരികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ നിർബന്ധിതരാകും. നിങ്ങൾക്കെതിരെ വത്തിക്കാനിൽ രേഖാമൂലം പരാതി നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. മാത്രമല്ല, പരമപരിശുദ്ധ കുർബാനയെ നിന്ദിച്ചവർക്കെതിരെ ഇതുവരെയും നിങ്ങൾ നടപടിയെടുത്തിട്ടില്ല. ഇനിയും നടപടിയെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസ പ്രശ്നമുണ്ടെന്ന് വത്തിക്കാനെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. കുർബാനയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ, അതാണ് കത്തോലിക്ക സഭയിൽ വളരെ വലിയ കുറ്റമാണ്. അവർക്കെതിരെ നടപടിയെടുക്കാതെ നിങ്ങൾ പിന്നെയും വലിച്ചിഴച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിശ്വാസ പ്രശ്നമുണ്ടെന്ന് വത്തിക്കാൻ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങളത് ചെയ്തിരിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാനും അൽമായരല്ല, വൈദികരും മെത്രാന്മാരും അക്കൂട്ടത്തിലുണ്ടാകും, ഈ കന്യാസ്ത്രീകൾ അക്കൂട്ടത്തിലുണ്ടാകും. സഭയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൂനംകുരിശ് സത്യം ചെയ്തിട്ടുള്ളവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ. ആലഞ്ചേരി പിതാവിനെതിരെ വത്തിക്കാനിലേക്ക് കത്തെഴുതാൻ തുനിഞ്ഞവരെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങൾക്കെതിരെ കത്തെഴുതാനും ആളുണ്ടാകില്ല എന്നാണോ വിചാരം? സത്യവിശ്വാസത്തിനും മാർപ്പാപ്പയുടെ പരമാധികാരത്തിനും എതിരായി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഞങ്ങളെക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയാം. സത്യവിശ്വാസത്തിനെതിരെയും മാർപ്പാപ്പയുടെ പരമാധികാരത്തിനെതിരെയും നിങ്ങൾ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഞങ്ങളെക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് മുമ്പേയുള്ള വികാരി മെത്രാപ്പൊലിത്തായെ മാർപ്പാപ്പ രാജിവെച്ച സംഭവവും പാരമ്പര്യവും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളൊന്നും പറയുമായിരുന്നില്ല. നിങ്ങൾ ഇത് പത്രപ്രസ്താവനയിലൂടെ ലോകത്തെ മുഴുവൻ അറിയിച്ചില്ലായിരുന്നെങ്കിൽ. സഭ ആദ്യം നട്ടിച്ചിരിക്കുന്നത് നിങ്ങളാണ്. അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് വകതിരിവോടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ പ്രത്യാശിക്കുന്നു. ആരാണ് സഭാ വിരുദ്ധർ, ആരാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എന്നെല്ലാം തിരിച്ചറിയാനുള്ള വിവേകം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നു, ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് തെളിയിക്കുവിൻ. ഞങ്ങൾ സഭാ മക്കളെ ബോധ്യപ്പെടുത്തുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.